ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കരയുമ്പോഴോ വികൃതി കാണിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് ശാന്തരാക്കാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, എൻ്റെ പേര് നെസ്നി ഷിഹാബുദ്ദീൻ. ഞാനൊരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പലതരത്തിലുള്ള പുസ്തകങ്ങളും ഡാറ്റകളും വിശകലനം ചെയ്യുകയും വായിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്കാണ് കുട്ടികളുടെ മസ്തിഷ്ക വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പല ഡാറ്റകളും പുസ്തകങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോഴാണ് പ്രശസ്ത മസ്തിഷ്ക ഡോക്ടറായ ഡോക്ടർ ജോൺ മെദിനയുടെ ബ്രെയിൻസ് റൂൾ ഫോർ ബേബി എന്ന പുസ്തകം ഞാൻ ശ്രദ്ധിക്കാനിടയായത്. എനിക്കത് വളരെയധികം ഇൻഫർമേഷൻ തരുന്ന പുസ്തകമായിട്ടാണ് തോന്നിയത്. അതിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഇതാണ്. അതിലൊന്നാമത്തെ പോയിന്റ്, 0 സ്ക്രീൻ ടൈം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരമാവധി സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക. കാരണം ആ ടൈമിലാണ് കുട്ടികളുടെ ബുദ്ധിവികാസം വളരെയധികം നടക്കുന്നത്. ഈ ടൈമിൽ നിങ്ങൾ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ പഠന വൈകല്യങ്ങൾക്കും അതേപോലെ ആംഗ്രി ഇഷ്യൂസിനും കാരണമാകുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. കുട്ടികളുടെ തലച്ചോറ് വികസിക്കുന്നത് മനുഷ്യരിൽ നിന്നാണ്, അല്ലാതെ സ്ക്രീനിൽ നിന്നല്ല. സ്ക്രീനിൽ കാണുന്ന റീൽസുകളോ അതേപോലെ കാർട്ടൂണുകളോ കുട്ടികളുമായി സംസാരിക്കുന്നില്ല. പകരം മാതാപിതാക്കൾ കുട്ടികളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയും അതേപോലെ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മസ്തിഷ്ക കോശങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും അവരുടെ ബുദ്ധിവികാസം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഓപ്പൺ എൻഡഡ് പ്ലേ. കുട്ടികൾക്ക് ഫോൺ ഗെയിമുകൾ കൊടുക്കുന്നതിന് പകരം യഥാർത്ഥ കളികൾ പ്രോത്സാഹിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് കളിപ്പിക്കുക, അതേപോലെ ഡ്രോയിങ്സ് ചെയ്യിപ്പിക്കുക, ഓടിക്കളിപ്പിക്കുക, മണ്ണിൽ കളിപ്പിക്കുക. ഇതൊക്കെ കുട്ടികളുടെ ബുദ്ധിവികാസം കൂടുതലാക്കുകയും അതേപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും വർദ്ധിപ്പിക്കുന്നു. ഇതൊന്നും ഒരു മൊബൈൽ ആപ്പുകൾക്കും ചെയ്യാൻ കഴിയില്ല. ഓർക്കുക, കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ മുന്നിൽ പരമാവധി ഫോൺ ഉപയോഗം കുറച്ച് നമ്മൾ മാതൃകയാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി.